ദില്ലിയിലെ ചെങ്കോട്ടയ്ക്ക് മുന്നിലുണ്ടായത് ചാവേർ ഭീകരാക്രമണമെന്ന് അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചു. കാറിൽ സ്ഫോടക വസ്തുക്കളുമായി എത്തി പുൽവാമ സ്വദേശിയായ ഡോക്ടർ ഉമർ മുഹമ്മദാണ് ചെങ്കോട്ടയ്ക്ക് മുന്നിൽ സ്ഫോടനം നടത്തിയത്. ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന് വേണ്ടിയായിരുന്നു സ്ഫോടനം എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. PR സുനിൽ നമുക്കൊപ്പം. PR സുനിൽ, ആർക്കുവേണ്ടി ആരാണ് ഈ സ്ഫോടനം നടത്തിയതെന്നും ലക്ഷ്യമെന്തായിരുന്നു എന്നതും സംബന്ധിച്ച് ആദ്യ മണിക്കൂറുകളിൽ ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്ന നിഗമനം എന്താണ്? സുജി, ഏതായാലും അന്വേഷണം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന സൂചന എന്നത് ജെയ്ഷെ മുഹമ്മദ്, പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന് വേണ്ടി തന്നെയാണ് രാജ്യത്ത് വലിയ സ്ഫോടന പരമ്പരകൾ ഈ സംഘം ആസൂത്രണം ചെയ്തത്. വൈറ്റ് കോളർ ഭീകരർ എന്ന് പറയാവുന്ന തരത്തിൽ ഇത്തരത്തിൽ ഡോക്ടർമാരുടെ ഒരു വലിയ സംഘം തന്നെ ഇതിന് പിന്നിൽ കണ്ണികളായി പ്രവർത്തിക്കുന്നു എന്ന സൂചന കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഉമർ മുഹമ്മദ് ഈ കണ്ണികളിൽ ഒരാളാണ്. ഉമർ മുഹമ്മദ് ഏതായാലും ഇന്ന് സ്ഫോടക വസ്തുക്കളുമായി ഇന്നലെ ഡൽഹിയിലേക്ക് പ്രവേശിക്കുകയും പിന്നീട് ചെങ്കോട്ടയ്ക്ക് പരിസരത്തേക്ക് എത്തി സ്ഫോടനം നടത്തുകയുമായിരുന്നു. ഈ സ്ഫോടക വസ്തുക്കൾ നിറച്ച് ഉമർ മുഹമ്മദിന്റെ കാറ് ഡൽഹിയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തോടൊപ്പം മറ്റ് രണ്ടുപേർ കൂടി ഉണ്ടായിരുന്നു. അതിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അവർ കാറിൽ കയറുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെയുണ്ട്. പക്ഷേ പിന്നീട് ആ രണ്ടുപേർ എവിടെ പോയി എന്ന കാര്യം വ്യക്തമല്ല. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഫരീദാബാദ് മേഖലയിൽ നിന്ന് അറസ്റ്റിലായ ഡോക്ടർ മുസമ്മലിന്റെ കൂട്ടാളിയാണ് ഈ ഉമർ മുഹമ്മദ്. അപ്പോൾ മുസമ്മലും ഉമർ മുഹമ്മദും ഡോക്ടർ ആദിലും ഒക്കെ ചേർന്ന് രാജ്യത്താകെ വലിയ സ്ഫോടന പരമ്പരകൾ ലക്ഷ്യം വെച്ചിരുന്നു. ഏതായാലും അതിനിടയിലാണ് ഈ അന്വേഷണ സംഘം ഡോക്ടർ ആദിലിനെയും മുസമ്മലിനെയും ഒക്കെ തന്നെ കസ്റ്റഡിയിലെടുക്കുന്നതും 360 കിലോ സ്ഫോടക വസ്തുക്കൾ ഫരീദാബാദിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. ഏതായാലും അതിന് തൊട്ട് പിന്നാലെയാണ് ഒരു പരിഭ്രാന്തിയിലോ അല്ലെങ്കിൽ പ്രകോപനം ഉണ്ടാക്കാനോ ആകാം ഇങ്ങനെയൊരു സ്ഫോടനത്തിലേക്ക് ഉമർ മുഹമ്മദ് നീങ്ങിയത് എന്നാണ് അന്വേഷണ സംഘം പ്രാഥമികമായി വിലയിരുത്തുന്നത്. ഏതായാലും ഈ സ്ഫോടനത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് അമോണിയം നൈട്രേറ്റും പെട്രോളിയം ഉൽപ്പന്നവും ചേർത്തുള്ള ഒരു ദ്രവരൂപമാണ്. അതിന്റെ സാമ്പിളുകൾ ഫോറൻസിക് വിഭാഗത്തിന് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ജമ്മു കശ്മീരിലടക്കം നീളുന്ന വലിയൊരു അന്വേഷണ നീക്കത്തിലേക്ക് പോവുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം. PR സുനിലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. NIA അന്വേഷണം ഏറ്റെടുത്തിരിക്കുകയാണ്.